ന്യൂജേഴ്സിയിൽ വെച്ച് നടക്കുന്ന ഡ്രോൺ സിറ്റുവേഷനെ പറ്റി നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടോ? അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽസും ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസും നിങ്ങൾ ഈ സമയം കൊണ്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത്, അത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ആൾക്കാർ ഷൂട്ട് ചെയ്ത ഏകദേശം 10ഓളം UFO വീഡിയോസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ശരിക്കും ഈ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 25-ാം തീയതി മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ വെച്ചിട്ടാണ്. ഞാൻ ഇവിടെ കാണിക്കുന്ന എല്ലാ ഇമേജസിന്റെ എല്ലാ വീഡിയോസിന്റെ സോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് 3 ഫോട്ടോയും ഒരു വീഡിയോയും കാണാൻ പറ്റും. അതിലത്തെ ആദ്യത്തെ ഫോട്ടോ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര കാലം നമ്മൾ UFO UAP എന്നൊക്കെ പറയുന്നത് ആകാശത്ത് അല്ലെങ്കിൽ ഇതിന്റെ വെള്ളത്തിനടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഫോട്ടോയുടെ അകത്ത് ഒരു UFO അല്ലെങ്കിൽ ഒരു UAP അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇങ്ങനെ താഴത്ത് ലാൻഡ് ചെയ്ത് നിൽക്കുന്നതോ ക്രാഷ് ലാൻഡ് ചെയ്തതോ അവിടെ ഇങ്ങനെ താഴത്ത് ഫ്ലോറിൽ കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് തന്നെ വേറൊരു ആംഗിളിൽ നിന്ന് എടുത്തൊരു ഇമേജ് ആണ് രണ്ടാമത്തെ ഇമേജ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് മൂന്നാമത്തെ ഇമേജ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ വെഹിക്കിളിന്റെ അകത്ത് വെച്ച് ഒരാൾ ഷൂട്ട് ചെയ്ത ഒരു ഫോട്ടോ ആണ്. ഇത് 3 ഇമേജസ് ആണെങ്കിൽ നാലാമത്തെ വീഡിയോ നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് കൺവെൻഷനൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, ഞാൻ റിപ്പീറ്റ് അടിക്കുന്നതല്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാൻ പറ്റാത്തത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പലതരത്തിലുള്ള സംഭവങ്ങളും ഇവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് യാതൊരു രീതിയിലുള്ള ശബ്ദമോ ഒന്നുമില്ലാണ്ട് ഈ ഒരു സംഭവത്തിനെ ഇവർക്ക് ലെവിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ആദ്യത്തെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റൗണ്ട് ഷേപ്പിൽ ഒരു ബോൾ പോലത്തെ എന്തോ ഒരു സംഭവം കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കണ്ടിട്ട് എനിക്ക് എന്താണ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അൺമാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രോൺ ആയിട്ടാണ്. ഇവിടെ അൺമാൻഡ് എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു സംഭവമാണെന്നല്ല, വേറെ എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ ടെക്നോളജി ആയിരിക്കാം ഇത്. പക്ഷെ ഇതിന്റെ അകത്ത് അതിൻ്റെതായിട്ടുള്ള യാതൊരു ബയോളജിക്കൽ സിഗ്നേച്ചേഴ്സും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ റിമോട്ട് കൺട്രോൾ ആയിട്ട് ഒരു ഡ്രോണൊക്കെ പറത്തിക്കില്ലേ, ആ ഡ്രോണിനകത്ത് നമ്മുടെ ഹ്യൂമൻ DNA ബയോളജി ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ടെക്നോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കില്ലേ അത്. അതുപോലെ തന്നെ മിലിറ്ററി ഡ്രോൺസ് ഒക്കെ ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഏലിയൻ സിവിലൈസേഷന്റെയോ വേറെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷന്റെ അൺമാൻഡ് ആയിട്ടുള്ള ഒരു ഏരിയൽ വെഹിക്കിൾ ആയിരിക്കും ഇത്. ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ, ഇവിടുത്തെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അതായത് നോൺ ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സംഭവം ആയിരിക്കും ഇത്. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതേ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്ന വേറൊരു വീഡിയോ കൂടി ഞാൻ കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ പാസ് ചെയ്യുന്നതിന് തൊട്ട് മുകളിൽ തന്നെ ഇതേപോലെ ഒരു സർക്കുലർ ഒബ്ജക്റ്റ് ഇങ്ങനെ പറന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്താണ്, ഇതിന്റെ സോഴ്സ് എന്താണ്, ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് ശരിക്കും നമുക്ക് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് അറിയില്ല. അത് ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്ലൈ നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ രാത്രി സമയത്ത് ബസ്കാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ വീഡിയോ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഫോർമേഷൻ ഇങ്ങനെ ആകാശത്ത് ലോങ് ഡിസ്റ്റൻസിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതും അദ്ദേഹത്തിന്റെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇമേജ് നമ്മൾ എത്ര സൂം ചെയ്താലും അത് പിക്സലേറ്റഡ് ആയിട്ടേ കാണുള്ളൂ. അതായത് കറക്റ്റ് നല്ല ഹൈ ഡെഫിനിഷൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ ടെക്നോളജി, സ്മാർട്ട് ഫോൺ ക്യാമറാസ് എത്ര മെഗാ പിക്സൽ എത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞാലും രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ ലൈറ്റ് കുറയുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. അതായത് ലോ ലൈറ്റ് വീഡിയോഗ്രാഫി എന്ന് പറയുന്നത് ഏതൊരു ക്യാമറയുടെയും ഒരു പോരായ്മ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് രാത്രി സമയങ്ങളിലുള്ള UAP UFO വിഷ്വൽസ് ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ബ്ലർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പറയുന്ന UFO UAP എന്നൊക്കെ പറയുന്നത് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നമ്മൾ കാണുന്ന ചില സംഭവങ്ങളാണ്. അപ്പൊ നമ്മൾ ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ലാത്ത സിറ്റുവേഷനിലാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ആ ഒരു ഫാക്ടറും ഈ പറയുന്ന ഈ ബ്ലർഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള വേറെ റീസൺ കൂടി ആയിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അണ്ടർ വാട്ടർ UFO അതായത് USO അൺഐഡന്റിഫൈഡ് സബ്മേഴ്സിബിൾ ഒബ്ജക്ട്സിനെ പറ്റിയിട്ട് സംസാരിച്ചായിരുന്നു. അതിനെ പറ്റിയിട്ട് ഒരു ഇൻസിഡന്റ് ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്നാൽ ഏകദേശം അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് ലൈറ്റ് ഫോർമേഷൻ ഓഷനിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു വിഷ്വലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഒന്ന് ക്ലോസിൽ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം ഓഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ വെള്ളം തെറിക്കുന്ന, അതായത് സ്പ്ലാഷ് ചെയ്യുന്ന ഒരു എഫക്റ്റ് വരെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത്രയൊക്കെ ഇൻസിഡൻസ് അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള ഒഫീഷ്യൽ വേർഡിക്റ്റ് ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് അവിടുത്തെ മേയറും FBI അടക്കം അവർക്കത് എന്താണെന്ന് അറിയാൻ പാടാത്ത ഒരു അവസ്ഥയിലാണ് ശരിക്കും ഇപ്പോഴും ഇരിക്കുന്നത്. ഇതിപ്പോ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഡ്രോൺ ആണോ, അതെന്തെങ്കിലും മിലിറ്ററി ആക്ടിവിറ്റി ആണോ, അങ്ങനെ ഒരു വേർഡിക്റ്റ്, ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വേർഡിക്റ്റ് നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഞാനിപ്പോ ഈ കാണിച്ച വീഡിയോനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇത് കറേബ്യൻ ഓഷ്യനിൽ വെച്ച് നടന്ന ഒരു സിറ്റുവേഷൻ ആണ്.
ഈ വീഡിയോ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്തോ ബ്ലൂ കളറിലെ ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു ലൈറ്റ് ഈ വെള്ളത്തിന്റെ അടിയിൽ കൂടി ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് ശരിക്കും ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതും നമ്മൾ ഈ വീഡിയോ സൂം ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ലൈറ്റ് ഫോർമേഷൻ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നിങ്ങളിപ്പോ ഈ കണ്ട ഈ വീഡിയോ നേരത്തെ വീഡിയോ കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ രണ്ടിന്റെ കളർ, അതായത് രണ്ട് UAPയുടെ കളർ എന്ന് പറയുന്നത് ഏകദേശം വളരെ സിമിലർ ആണ്. അതായത് ലൈറ്റ് ബ്ലൂ, ഒരു ടീൽ കളറൊക്കെയാണ് ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ഇതൊരു ഡൈവിംഗ് എക്യുപ്മെന്റിന്റെ ലൈറ്റ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പറ്റും. പക്ഷെ അത് അതൊന്നും അല്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കടലിന്റെ നടുക്കുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കടലിന് നടുക്കൊന്നും ഒരിക്കലും ഒരു ഡൈവേഴ്സിനെ ഒന്നും ശരിക്കും കാണാൻ കഴിയില്ല. അടുത്തത് അർജന്റീനയിൽ വെച്ചെടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് ലൈറ്റിന്റെ ഫോർമേഷൻസ് നമുക്ക് ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഒരു ഗ്ലിറ്റർ ഇങ്ങനെ ആകാശത്ത് വെതറിയിട്ട് എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു അവസ്ഥയാണ് ശരിക്കും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു UAPയോ അല്ലെങ്കിൽ ഒരു UFO ആകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് മൾട്ടിപ്പിൾ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണെന്നാണ്. അതായത് ഒരു കറക്റ്റ് ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റിനെ നമ്മുടെ സൂര്യന്റെ ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന ഒരു പ്രതിഭാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതേപോലെയാണ് ഇത് ഇരിക്കുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റ് ആണ് ശരിക്കും ഇവിടെ കാണുന്നത്. പക്ഷേ ഈ കാണുന്ന ബ്രസീലിൽ നിന്നെടുത്ത വീഡിയോ കുറച്ച് സീരിയസ് ആണ്. അതായത് വളരെ റാൻഡം ആയിട്ടുള്ള ലൈറ്റുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോ ഒരു സാറ്റലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ്, അതായത് ഒരു അനക്കം നമ്മൾ കാണേണ്ടതാണ്. പക്ഷെ ഇവിടെ യാതൊരു അനക്കമൊന്നുമില്ല. അത് സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് ഒരു ഫോർമേഷനിൽ അതിങ്ങനെ ആകാശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഇത് എന്താണെന്നോ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നോ ഒന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്, എന്റെ കയ്യിൽ വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള ഒരു UFO UAP ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ആ ഒരു നല്ലൊരു സൂം ലെൻസ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു UAPയുടെ കറക്റ്റ് സൂം ചെയ്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംശയം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ ഒരു അത്യാവശ്യം നല്ലൊരു ക്യാമറയും ഒരു അത്യാവശ്യം നല്ല സൂം ലെൻസ് ഉപയോഗിച്ചിട്ട് ഇവർ ഈ കാണുന്ന ഈ ഒരു ഡ്രോണോ, ഈ പറയുന്ന പോലത്തെ ഡ്രോണോ അതോ ഈ UFO പോലത്തെ ഒരു സംഭവത്തിന് ഇങ്ങനെ സൂം ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളിപ്പോ ഈ കാണുന്നത് പോലെ തന്നെ എന്തോ തരത്തിലുള്ള ഒരു ബബിളോ എന്തോ തരത്തിലുള്ള ഒരു ഷീൽഡിങ് പോലത്തെ ഒരു എഫക്റ്റ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇവരുടെ ഈ ഒരു വെഹിക്കിളിന് ചുറ്റും എന്തോ ഒരു ഷീൽഡിങ് പോലത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആ ഒരു ഷീൽഡിങ്ങിന്റെ ലൈറ്റ് ആണ് ശരിക്കും നമുക്ക് ഇവിടെ വിസിബിൾ ആയിട്ട് കാണുന്നത്. അതായത് 1-2 വീഡിയോസ് മുമ്പ് ഞാൻ ശരിക്കും ഈ UFO എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതും ബോബ് ലാസറിന്റെ ആ ഒരു ടെസ്റ്റിമോണിയൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചെറിയൊരു സംഭവം ഉണ്ട്. അതായത് ഇതാണ് ഇപ്പൊ UFO എന്ന് വിചാരിച്ചു. ആ UFOയുടെ താഴെ കൂടെ ഒരു ആന്റി ഗ്രാവിറ്റി ജനറേറ്റർ ഉപയോഗിച്ച് ഒരു ആന്റി ഗ്രാവിറ്റി താഴെ കൂടെ ഇങ്ങനെ എമിറ്റ് ചെയ്യും. അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കൂടെ ഒരു ചെറിയ ആന്റിന വഴി ഗ്രാവിറ്റി എമിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ബബിൾ പോലത്തെ ഒരു ഷീൽഡിങ് അവിടെ ഉണ്ടാവും. അതാണ് ബോബ് ലാസർ അദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണീസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ഗ്രാവിറ്റി ബബിളിനകത്താണ് ശരിക്കും ഈ പറയുന്ന ഇവരുടെ UFO അല്ലെങ്കിൽ പറക്കുന്നളിയൊക്കെ പറക്കുന്നത്. ഏകദേശം അതേപോലത്തെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല ഏൻഷ്യന്റ് ആയിട്ടുള്ള പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ആകാശത്ത് എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അതിന് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്, എന്തോ ഒരു ബബിള് പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അത് പണ്ടത്തെ പെയിന്റിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്തൊരു തീ പോലത്തെ സംഭവങ്ങളൊക്കെ പോകുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അന്നത്തെ കാലത്ത് നമ്മൾ എന്താണോ കണ്ടത് അതായിരിക്കും നമ്മൾ അവിടെ ഇങ്ങനെ നമ്മുടെ ഭാവനയും കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചു വെച്ചേക്കുക. അതായത് ദൈവമായിട്ടായിരിക്കും നമ്മൾ അതിനെ കാണുന്നത്, പല രീതിയിലായിരിക്കും നമ്മൾ അതിനെ കാണുന്നത്. ഇപ്പൊ 2024 നമ്മൾ ഇതിനെ നോക്കുമ്പോൾ നമ്മൾ അതിന്റെ വേറൊരു പെർസ്പെക്റ്റീവ് എന്നായിരിക്കും നോക്കുന്നത്. അതായത് പണ്ട് നമ്മൾ അതിനെ കണ്ടത് ഒരു ദൈവമായിട്ട് അല്ലെങ്കിൽ ഒരു ദൈവിക അല്ലെങ്കിൽ ഒരു പവർ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ഇപ്പോ നമ്മൾ ടെക്നോളജിക്കലി ആലോചിക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു UFO അല്ലെങ്കിൽ ഒരു UAP ആയിരുന്നിരിക്കാം. അതായത് ഞാൻ പറയുന്ന ആ ഒരു ഏൻഷ്യന്റ് ആസ്ട്രോണോട്ട് തിയറി വളരെയധികം ട്രൂത്ത്ഫുൾ ആവാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കണ്ടിട്ട് എനിക്ക് അതാണ് ശരിക്കും തോന്നുന്നത്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ശരിക്കും ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ്. അതായത് ഒരു 64 ടൈംസ് സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടെന്നാണ് തോന്നുന്നത്. അത് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്ത് നോക്കാം. ഇത് കണ്ടിട്ട് എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഒബ്ജക്റ്റുകൾ
അത് നമ്മുടെ ഭൂമി വിട്ട് പുറത്തേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് ശരിക്കും ഇതൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ എന്റെ മാത്രം തിയറി അല്ല, ഒരുപാട് ആൾക്കാർ ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസും വരുന്നുണ്ട്, ഒരുപാട് ചാനൽസിൽ ഇതേപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് മാക്സിമം താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. താഴെ ഒരു കമ്മ്യൂണിറ്റി പോലെ ആക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോ ഈ കണ്ട വീഡിയോസ് എല്ലാം താഴെ നിന്ന് എടുത്ത വീഡിയോസ് ആണെന്ന് വിചാരിക്കാം, പക്ഷെ ഒരു എയർക്രാഫ്റ്റിന്റെയോ ഒരു ഹെലികോപ്റ്ററിന്റെ അകത്ത് നിന്ന് നമ്മൾ ഇതേപോലെ ഒരു UFO വീഡിയോ എടുത്താൽ അത് എങ്ങനെ ഉണ്ടാവും, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോയിൽ നിന്ന് നമുക്കൊരു കാര്യം വളരെയധികം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ഇതൊരു ഡ്രോൺ ഒന്നല്ല, ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഡിസൈൻ അല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ലൈറ്റ് ഫോർമേഷൻ ഈ സംഭവത്തിന്റെ മുകളിലും താഴത്തോട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ മീനിങ് എന്താണ്, അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം എനിക്കൊന്നല്ല, അത് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഇത് ഡ്രോൺ അല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം, ഒരു എയർക്രാഫ്റ്റ് പറക്കുന്നതിന്റെ തൊട്ടടുത്ത് ഇതേപോലെ ഡ്രോൺ പറപ്പിക്കാൻ പാടില്ല. അത് FAA ഒരു മാൻഡേറ്ററി റൂൾസ് ആണത്. FAA എന്ന് പറയുന്നത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. അപ്പോൾ അവർ പുറത്തെടുക്കുന്ന ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് ഡ്രോൺ പറപ്പിക്കുന്നതിന് ഒരുപാട് റൂൾസ് ഉണ്ട്. അതായത് ഫ്ലൈറ്റ് പോകുന്ന ഒരു എയറോപ്ലെയിന്റെ ഒരു പാത്തിലൊന്നും ഒരിക്കലും നമുക്ക് ഡ്രോൺ പറപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ രാത്രി ഡ്രോൺ പറപ്പിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതായത് രാത്രി ഫ്ലൈറ്റ് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടോ, നമ്മളെല്ലാവരും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? രാത്രി ഫ്ലൈറ്റ് പോകുമ്പോൾ അതിന് ചുറ്റും ഒരുപാട് ലൈറ്റുകൾ ഇങ്ങനെ കത്തി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഫ്ലൈറ്റിന്റെ ഭംഗിക്ക് വേണ്ടി വച്ചേക്കുന്നതല്ല, അത് ശരിക്കും ഒരു പർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടി വച്ചേക്കുകയാണ്. അതായത് ഫ്ലൈറ്റിന്റെ റൈറ്റ് വിങ്ങിന്റെ അറ്റത്തും ലെഫ്റ്റ് വിങ്ങിന്റെ അറ്റത്തും 2 ലൈറ്റുകൾ വെച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതായത് റൈറ്റ് വിങ്ങിന്റെ അറ്റത്ത് പച്ച കളറും ലെഫ്റ്റ് വിങ്ങിന്റെ അറ്റത്ത് റെഡ് കളറായിരിക്കും മിക്കവാറും വച്ചിട്ടുണ്ടാവുക. ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് രാത്രി 2 ഫ്ലൈറ്റുകൾ ഇങ്ങനെ ആകാശത്തൂടെ പറന്നു പോകുന്നതായിരിക്കാം. അപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റിന്റെ അതിരിക്കുന്ന പൈലറ്റിന്റെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ ഫ്ലൈറ്റ് ഇങ്ങനെ ആ ലൈറ്റിലൂടെ കാണാൻ പറ്റി. അപ്പൊ ഈ രണ്ടാമത്തെ ഫ്ലൈറ്റ് ഈ ആദ്യത്തെ ഫ്ലൈറ്റിന്റെ അടുത്തേക്കാണോ പോകുന്നത്, അതോ ഫ്ലൈറ്റിനോടൊപ്പം തന്നെ ഇങ്ങനെ എവയിലേക്കാണോ പോകുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ 2 ലൈറ്റിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് ഈ പൈലറ്റ് നോക്കുമ്പോൾ ഈ ഫ്ലൈറ്റിന്റെ റൈറ്റ് കളറിൽ പച്ചയും ലെഫ്റ്റ് കളർ റെഡും ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റ് ഈ പൈലറ്റിന്റെ, അതായത് ഈ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നതായിട്ടാണ് ഈ പൈലറ്റിന് മനസ്സിലാവുക. നേരെ മറിച്ച് നേരെ തിരിച്ചാണ് പോകുന്നതെങ്കിൽ അവിടെ ഈ പച്ച ഇപ്പുറത്തും ആയിരിക്കും, റെഡ് ഇപ്പുറത്തും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലൈറ്റിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് FAA ഇതേപോലുള്ള ഒരുപാട് മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾസ് ഒക്കെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രോൺസിനും ഇതേപോലുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിപ്പോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, ഒരുപാട് വീഡിയോസ്, അതായത് ഇതൊരു ഡ്രോൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മുടെ ഇന്റർനെറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ഡ്രോൺ ആണെന്ന് പറയാൻ കാരണം ഇതേപോലെ തന്നെ റെഡും പച്ചയൊക്കെ ആയിട്ട് ഒരുപാട് ലൈറ്റുകൾ ഇതിന്റെ ചുറ്റുപാട് ഇങ്ങനെ കത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതും ഇവരുടെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കാറിന്റെ അത്രയും വലുപ്പമുള്ള ഒരു ഡ്രോൺ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്പോ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട്, ഞാനിപ്പോ ഒരുപാട് കാലം ഇങ്ങനെ ഡ്രോണിന്റെ ഒക്കെ പുറകെ നടന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് വലിയ ഡ്രോൺ എന്നൊക്കെ പറയുന്നത്, ഒരു അഗ്രികൾച്ചർ ഡ്രോൺ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം വലിയൊരു ഡ്രോൺ ആണ്. പക്ഷെ ഒരു കാറിന്റെ അത്രയും വലിയൊരു ഡ്രോൺ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാടൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു ടെക്നോളജി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അധികം കാണാത്തതിന്റെ കാരണം അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമായതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഡ്രോൺ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇതിന്റെ എമൗണ്ട് വളരെയധികം കുറവായിരിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ അറൈസ് ചെയ്യുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഈ സംഭവങ്ങളൊക്കെ ശരിക്കും ഡ്രോൺ ആണോ, അതോ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവമാണോ, അതോ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടോ? ഈ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു സംശയം എന്താ വെച്ചാൽ, ഈ പറയുന്ന ഒരു UFO UAPയുടെ ആ ഒരു സിറ്റുവേഷൻ ന്യൂജേഴ്സിയിൽ എന്തായാലും ഇങ്ങനെ പൊങ്ങി വന്ന ആൾക്കാരുടെ ഇടയിൽ വളരെയധികം സംസാരമൊക്കെ ഉണ്ടായ സിറ്റുവേഷൻ നിൽക്കുകയാണ്. അപ്പൊ അവിടെയുള്ള ഒരുപാട് ഹോബിസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് ഡ്രോണിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് അവരുടെ ഡ്രോണൊക്കെ മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ പറപ്പിക്കുന്നതാണോ എന്നുള്ള സംശയമൊക്കെ എനിക്കുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കം ഒക്കെ കാണിച്ച ആ വീഡിയോസിന്റെ ഒക്കെ നമുക്ക് ഒരിക്കലും അത് ഡ്രോൺ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം വെള്ളത്തിന്റെ അടിയിലൂടെയൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ പോകുന്നത്. ശരിയാണ്, വെള്ളത്തിന്റെ അടിയിൽ പുറത്തേക്കൊക്കെ പറപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് ഡ്രോൺസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആയിരിക്കാം. പക്ഷെ ഇത്രയും അഡ്വാൻസ്ഡും ഇത്രയും സ്പീഡിലും, അതും ഇപ്പൊ ഈ കാണുന്ന വീഡിയോയിൽ പോലെ ഇത്രയും ദൂരത്ത് നിന്ന് എടുത്തിട്ട് പോലും ഇത്രയും വലിപ്പത്തിലുള്ള ഡ്രോണൊക്കെ എനിക്കറിയാൻ പാടില്ല. ഇത്രയും വലിപ്പത്തിലുള്ള ഡ്രോണൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാ? അതും വേറൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക, ഈ പറയുന്ന ഡ്രോണൊക്കെ പെട്ടെന്ന് പറന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് ഇങ്ങനെ പോകുന്നതൊന്നുമല്ല, മണിക്കൂറോളം ഇങ്ങനെ എയറിൽ ഹോർ ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതും എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് അതിന്റെ ബാറ്ററി ഒന്നും അത്രയും നേരം നിൽക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ വേണമെങ്കിൽ നല്ല രീതിയിലുള്ള എനർജി ഡെൻസിറ്റി ഉള്ള ഒരു ബാറ്ററി നമുക്ക് എന്തായാലും ഇപ്പൊ വേണ്ടി വരും. അപ്പോ
ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു സംഭവം റൂൾ ഔട്ട് ചെയ്യാൻ കഴിയും. ഈ ഒരു ഡേറ്റ് വരെ ഒഫീഷ്യലായിട്ട് ഇതിന്റെ റീസൺ എന്താ നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇപ്പൊ ഈ വീഡിയോയിൽ എന്റെ അവതരണത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, എന്നെ ഈ ക്ഷീണമൊക്കെ തോന്നിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് നല്ല രീതിയിൽ പനി പിടിച്ചതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു 3-4 ദിവസം ഗ്യാപ്പൊക്കെ ഇട്ട് വീഡിയോ എടുക്കുന്നതിന്റെ റീസൺ അതാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എന്താ വെച്ചാൽ, ഈ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് ന്യൂജേഴ്സിയിലുള്ള മിലിറ്ററി ഒന്നും ഒരു അക്ഷരം പോലും ഇതുവരെയായിട്ടും വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്നില്ലെങ്കിൽ മിലിറ്ററിയുടെ ഒരു ആക്ടിവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഉറപ്പിച്ചോ ഇതൊരു UFO ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ശരിക്കും ഇപ്പൊ നിൽക്കുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എന്റെ കൈവശമുണ്ട്. എന്റെ ഒരു ഹെൽത്ത് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇപ്പൊ ചെയ്യാത്തത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് ഇനി എന്തായാലും നല്ല വീഡിയോസ് ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം.